ഷംസാജ് മരക്കാർ കൂടി ചേരുന്നു. ഒടുവിൽ സമ്മതിക്കേണ്ടി വന്നു NM വിജയൻ ഉന്നയിച്ച ആരോപണങ്ങൾ, അദ്ദേഹത്തിന്റെ ആത്മഹത്യക്ക് കാരണമായ വിഷയങ്ങൾ ഒക്കെ ശരിയാണെന്ന്, അല്ലേ ഷംസാദ്? ഇല്ല, അങ്ങനെ എനിക്ക് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ ആത്മഹത്യക്കുറിപ്പുമായി ബന്ധപ്പെട്ട് ഇന്നലെ വൈകുന്നേരം, ഇന്നത്തെ രാവിലത്തെ എനിക്കറിയില്ല, ആത്മഹത്യ പ്രേരണ കുറ്റം FIR-ന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് എനിക്ക് അറിയാവുന്ന ഒരു കാര്യം. സ്വാഭാവികമായി അസ്വാഭാവിക മരണത്തിനും ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന്റെ 2 ആത്മഹത്യാ കുറിപ്പുകളുണ്ട്. മകൻ എഴുതിയതും നേതാക്കന്മാർക്ക് എഴുതിയെന്ന് പറയുന്ന 2 കുറിപ്പുകളുണ്ട്. ആ 2 കുറിപ്പുകളുമായി ബന്ധപ്പെട്ട് അതിന്റെ വസ്തുതകൾ അന്വേഷിക്കുന്നത് പോലീസാണ്. അപ്പൊ അന്വേഷണത്തിൽ ഏത് ഘട്ടം വരെ പോലീസ് എത്തി എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കുന്ന കാര്യമല്ല. ഇപ്പോൾ പോലീസ് തന്നെ മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഫോറൻസിക് പരിശോധന കോടതിയുടെ അനുമതിയോടുകൂടി ആ ആത്മഹത്യാ കുറിപ്പുകളുമായി ബന്ധപ്പെട്ട് നടത്തുമെന്നും എന്നുള്ളതൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നടത്തിയിട്ടുണ്ടോ എങ്ങനെയാണ് എന്നുള്ളത് അറിയില്ല. സ്വാഭാവികമായി ഈ വിജയേട്ടന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലുള്ള പോലീസ് അന്വേഷണത്തെയോ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള വിജിലൻസ് അന്വേഷണത്തെയോ ഒരു സമയത്ത് പോലും കോൺഗ്രസ് അത് വേണ്ട എന്നോ അന്വേഷണം നടക്കണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല. അന്വേഷണം നടക്കണമെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. വസ്തുതകൾ പുറത്തു വരണം എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് ആർക്കും ഒരു എതിരഭിപ്രായം ഉണ്ട് എന്ന് ഞാനും കരുതുന്നില്ല. അപ്പൊ പോലീസിന്റെ ഭാഗത്തുള്ള അന്വേഷണങ്ങൾ നടത്തി FIR-ൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുകയും ചെയ്തു. ആ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ ഉതകുന്ന കാരണമായ ആത്മഹത്യാ കുറിപ്പുകൾ 2 ആ 2 ശാസ്ത്രീയ പരിശോധന നടത്തുമെന്ന് പറഞ്ഞതും പോലീസാണ്. അത് നടത്തേണ്ടതും പോലീസാണ്. അതിനകത്ത് വ്യക്തത വരുത്തേണ്ടതും പോലീസാണ്. അതായത് ഇപ്പോഴും ഷംസാദിന് ഈ കത്തിനെ കുറിച്ചൊരു അവിശ്വാസം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. താങ്കളുടെ പാർട്ടിയുടെ 50 വർഷക്കാലം സ്വന്തം ജീവിതം പാർട്ടിക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച NM വിജയന്റെ ആ ഒരു കത്തിൽ താങ്കൾക്ക് അവിശ്വാസമുണ്ട് എന്ന് തോന്നുന്നു. താങ്കൾ ആ കത്ത് 2 വായിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്കൾക്ക് ആ കത്ത് വായിച്ചതിന് ശേഷം യാതൊരു തരത്തിലുള്ള അവ്യക്തതയും ആ കത്തിൽ തോന്നുന്നില്ല എങ്കിൽ അത് എന്റെ കുറ്റമല്ല. അതിനകത്ത് 1ാമത്തെ കത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത്, അതായത് നേതാക്കന്മാർക്ക് കൊടുക്കുന്ന കത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നത് തന്റെ ഇളയ മകന് അർബൻ ബാങ്കിൽ നഷ്ടപ്പെട്ടു പോയ ജോലി സ്ഥിരപ്പെടുത്താനുള്ള ഇടപെടലുകൾ ഉണ്ടാവണം എന്നുള്ളത്. അത് താങ്കൾ വായിച്ചിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. 2ാമത്തെ കത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഞാൻ എന്റെ ഇളയ മകനെയും ഒപ്പം കൂട്ടിയിട്ടാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിനകത്തൊരു വ്യത്യാസം ഉണ്ടല്ലോ. കാരണം ഒരു കത്തിൽ ജോലി സ്ഥിരപ്പെടുത്തണമെന്ന് പറയുകയും 2ാമത്തെ കത്തിൽ അദ്ദേഹം മരണത്തിൽ ഒപ്പം കൂട്ടുന്നു എന്ന് പറയുന്നതും തമ്മിലുള്ളൊരു വൈരുദ്ധ്യം, അതിനകത്ത് അന്വേഷണം നടത്തുന്ന പോലീസിന് അത് കണ്ടെത്താൻ കഴിയുന്ന കാര്യമാണ്. അല്ല, പറയാം, അടുത്തതും പറയാം. 2ാമത് അതിനകത്ത് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾക്ക് സാമ്പത്തിക ഇടപാടുകൾ നൽകാനുണ്ട് എന്നും 15 ലക്ഷത്തോളം രൂപ ബാധ്യതയുണ്ട് എന്നും പറയുന്നു. താങ്കളുടെ കൈരളി ചാനലിന്റെ റിപ്പോർട്ടർ വയനാട്ടിലുണ്ടല്ലോ. രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആളെ സമീപിക്കുകയും അദ്ദേഹത്തിന് 1 വർഷമോ 1.5 വർഷമോ മുമ്പ് ഈ പണം വിജയേട്ടൻ തന്നെ കൈമാറി ആ പ്രശ്നം കോംപ്രമൈസ് ചെയ്യപ്പെട്ട ഒരു പ്രശ്നമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.